ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവാൻ കൃപയും ഭഗവാൻ അനുഗ്രഹവും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഭഗവാൻ തന്നെ അർപ്പിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. അസുഖമുള്ള മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും സുഖം കൊടുക്കണം, എല്ലാവർക്കും ശാന്തിയും കൊടുക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ശ്രീരാമ ഭഗവാൻ 2 ബാണം ചെയ്തു. എന്തിനാ? മാരീചനെയും സുബാഹുവിനെയും വധിക്കാൻ. താടകയെ വധിച്ചതിന് ശേഷം പടയെല്ലാം കൂടെ രാവണപ്പട, അത് രാക്ഷസപ്പട വന്നു. അപ്പോൾ ശ്രീരാമ ഭഗവാൻ 2 ബാണം ചെയ്തു. അത് സുബാഹു മരിച്ചു. മാരീചൻ ഓടി 1 യോജന ദൂരം ഓടിയപ്പോൾ സമുദ്രത്തിൽ ചെന്ന് വീണു. അങ്ങനെ അവിടെയും ചെന്നു. പുറകെ ബാണവുമുണ്ട്. അവസാനം ഭയന്ന് ഭഗവാന്റെ അടുക്ക തന്നെ അഭയം തേടി വന്നു. രക്ഷിക്കണമേ എന്നും പറഞ്ഞ്. അങ്ങനെ ശരണമില്ലാൻ അവൻ എന്നെ രക്ഷിക്കണമേ എന്ന അഭയം പൊക്കിയിട് ഞാൻ. അങ്ങനെ ഭഗവാന്റെ അടുക്ക വന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമ ഭഗവാൻ അഭയം കൊടുത്തു. ഭക്തവത്സരന് അഭയം കൊടുത്ത് അതുമൂലം ഭക്തനായി വന്നാൻ. അന്ന് തൊട്ട് ഭഗവാന്റെ ഭക്തനായി മാറി മാരീചൻ, രാക്ഷസനാണെങ്കിലും. അങ്ങനെ പറ്ററർ കുലകാലനാകിയ സൗമിത്രിയും, അതായത് ഈ രാക്ഷസകുലത്തെ നശിപ്പിക്കുന്നതാണ് സൗമിത്രി. ലക്ഷ്മണൻ മറ്റുള്ള പടയെല്ലാം അഭയം തേടിയതുകൊണ്ട് മാരീചൻ മരിച്ചില്ല. ഭഗവാന്റെ ഭക്തനുമായി. മറ്റുള്ള പടയൊക്കെ കൊന്നു. ഒരുപാട് പേര് വന്ന രാക്ഷസന്മാരെയൊക്കെ ബാണ ചെയ്ത് ലക്ഷ്മണനും ഒക്കെ ചെയ്ത് കൊന്നു കളഞ്ഞു. ദേവകളെപ്പോഴും പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് സന്തോഷത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചത്. അതുനേരം ദേവദുന്ദുഭികളൊക്കെ നന്നായി ഘോഷിച്ചു. യക്ഷകിന്നര സിദ്ധ ചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ച് ഏറ്റവും ആനന്ദിച്ചാൻ. അങ്ങനെ അവരും ആനന്ദം കൊണ്ട് അവർക്കെല്ലാം സന്തോഷമാണല്ലോ. അവർക്കൊക്കെ വിഷമമായി ഈ രാക്ഷസന്മാരെ കൊണ്ട്. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന അശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഭഗവാന് അത്രമാത്രം സന്തോഷമായി വിശ്വാമിത്രന്. കാരണം കുറേ വർഷം കൊണ്ട് കഷ്ടപ്പാടുമല്ലയോ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിശ്വാമിത്രന് അറിയാം, മഹർഷിക്ക് അറിയാം. ശ്രീരാം ഭഗവാൻ പരമാത്മാവാണെന്ന്. അതുകൊണ്ടാണല്ലോ കൊണ്ടുപോയത്. അയോധ്യയിൽ വന്ന് അവരെയും കൊണ്ട് പോയതാണല്ലോ. എത്ര നാൾ കൊണ്ടേ അവർ സഹിക്കുമോ. മഹർഷിമാരെല്ലാം ഓരോരുത്തരെ കൊന്ന് തിന്നുവല്ലേ ഈ രാക്ഷസന്മാർ. അങ്ങനെ സന്തോഷമായി. അശ്രുപൂർണാർദ്ര കുല നേത്ര. അപ്പം കണ്ണുനീര് കൊണ്ടുള്ള അത് സന്തോഷം കൊണ്ട് കുഞ്ഞുങ്ങൾ ഇത്രയും ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ആനന്ദം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് കണ്ണുനീരോടുകൂടി പൂർണ്ണ ആർദ്രാകുല നേത്ര പത്മങ്ങളോടും താമര പോലുള്ള കണ്ണിൻ്റെ അങ്ങനെയാണ് വിശ്വാമിത്രൻ്റെ കണ്ണുനീരൊക്കെ വന്ന് ചുമന്ന കണ്ണുകളോടുകൂടി, അതായത് കണ്ണുനീർ കൊണ്ട് കലങ്ങിയ കണ്ണ്. അതാ ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്ത് കുഞ്ഞുങ്ങളെ അണച്ചു ചേർത്ത് ഉത്സംഗത്തിലിരുത്തി സന്തോഷിച്ച് സ്നേഹിച്ച് മുത്തം കൊടുത്ത് ആശീർവാദമൊക്കെ ചെയ്ത് വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ. കുഞ്ഞുങ്ങൾക്ക് രാജധാനിയിൽ നിന്ന് പോയ കുട്ടികൾ അവരെ സന്തോഷമായിട്ട് ആഹാരം കൊടുക്കണ്ടേ. അതുകൊണ്ട് വാത്സല്യത്താൽ തന്നെ സന്തോഷത്തോട് വാത്സല്യ സ്നേഹത്തോട് തന്നെ അവരെല്ലാം പൂജിപ്പിച്ചാൽ കഴിപ്പിച്ചു. നന്നായി അവർക്ക് ക്ഷീണം വന്നൂടല്ലോ. അതും കുട്ടികളാണ്. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ളവരുമല്ല. അതുകൊണ്ട് അങ്ങനെയെല്ലാം വിശ്വാമിത്ര മഹർഷി ചെയ്തു. എന്നിട്ടോ 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരുളി ചെയ്തതു. അങ്ങനെ അവരെ 3 ദിവസം അവരവിടെ സന്തോഷമായിട്ട് ഇരുത്തി. എന്താ കൊടുത്തത്? നല്ല ഭക്ഷണം. എന്താ? പുരാണ കഥകൾ. അതൊരു ഭക്ഷണമാണ്. ആത്മീയ നിർവൃത്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ വയറ് നിറയുന്ന, ആഹാരം കഴിച്ച് വയറ് നിറയുന്നത് പോലെ നമ്മുടെ സർവാംഗവും അനുഗ്രഹം കൊണ്ട് ചൊരിയുന്നൊരു നിറം ഉണ്ടാവും പുരാണ കഥകൾ കേൾക്കുമ്പോൾ. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്മണനും ശ്രീരാമ ഭഗവാനും ആരാ? വിശ്വാമിത്രനാരാ? നല്ല ഗുരുവല്ലേ. അതൊക്കെ ആനന്ദം കൊള്ളിക്കുന്നതാണ്. ഇതൊക്കെ കേട്ട് അവർ 3 ദിവസം അങ്ങനെ കഴിച്ചു. രസിപ്പിച്ച് നന്നായി പറഞ്ഞ് രസിപ്പിച്ച് 3 ദിവസം കൗശികനും അവരുമായത് വിശ്വാമിത്രനും ഇവരുമായിട്ട് അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ 4-ാം ദിവസം
അരുൾ ചെയ്തതു. 4-ാം ദിവസം പിന്നെ മുനി അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും. ഇനി നമുക്ക് സമയമില്ല, വെറുതെ സമയം കളഞ്ഞൂടാ, ദിവസങ്ങൾ ഇങ്ങനെ പോകും, ആ സമയങ്ങൾക്ക് വിലയുണ്ട്. അതാണ് നല്ല ജ്ഞാനികൾ അങ്ങനെ ചിന്തിക്കും. 3 ദിവസം കുട്ടികളല്ലേ, നല്ല കഥകളും പറഞ്ഞ് അവരുടെ വിശ്രമം കൊടുത്തു. പക്ഷേ പിന്നെ അരുത്, വെറുതെ കാലം സമയം കളഞ്ഞുകൂടാ. അതുകൊണ്ട് അരുത് വൃഥാ കാലം കളകന്ന് ഉള്ളതേതും ജനക മഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ പോകാം നാം വത്സന്മാരെ. നമുക്ക് എവിടെ പോകാം? ജനക മഹീപതി, ജനക രാജാവിൻ്റെ അവിടെ മഹായജ്ഞം നടക്കുന്നു. അത് വൈകാതെ പോയി കാണണം. അത് നമുക്ക് പോകാം. ചൊല്ലഴും ത്രയ്യംബകമാകിയ മാഹേശ്വര വില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കൽ ഇരിക്കുന്നു. പരമാത്മാവായ പരമേശ്വരൻ പരമശിവന്റെ വില്ല്, അതായത് ത്രയ്യംബകം എന്ന വില്ല്, മാഹേശ്വര വില്ല് വിദേഹ രാജ്യത്തിൽ ഇരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു. പുരാ പണ്ടേ അവിടെ ഭഗവാൻ പരമേശ്വരൻ തന്നെ അവിടെ വച്ചിരിക്കുന്നു വിദേഹ രാജ്യത്ത്. ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിത അനുദിനം. അവിടുത്തെ രാജാക്കന്മാർ ദിവസേന അർച്ചിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. അർച്ചിക്കുക വെച്ചാൽ പുഷ്പങ്ങളൊക്കെ ഇട്ട് വില്ല് പരമശിവനെ കാണുന്നത് പോലെ, ഭഗവാന്റെ വില്ലല്ലേ. അപ്പോൾ ദിവസം ദിനം അത് പിന്നെ നന്നായി പൂജിച്ചിരുത്തുന്നുണ്ട്. അതാ ഭൂമി പാലേന്ദ്രന്മാർ അർച്ചിച്ച് അനുദിനം ദിവസേന അർച്ചിക്കുന്നു. ഷോണി പാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം. ആരാ ഇത് കാണണം എന്ന് പറഞ്ഞേ? ഭൂമി പാലേന്ദ്രൻ കുലജാതനാകിയ, അത് ഭൂമിയുടെ രാജാവാരാ? ദശരഥ മഹാരാജാവിൻ്റെ കുലത്തിൽ ജാതനായതാരാ? ശ്രീരാമൻ. അതുകൊണ്ട് ശ്രീരാമ ഭഗവാൻ ഇത് കാണണം, ഈ വില്ല് കാണണം. അത് അറിയാം, വിശ്വാമിത്ര മഹർഷിക്ക് അറിയാം. കാണണം മഹാസത്വമാകിയ ധനുരത്നം, അതായത് വളരെ ശക്തിയേറിയ മഹാസത്വമാകിയ അതിഭയങ്കരമായ ശക്തിയേറിയ ധനുരത്നം വിശിഷ്ടമായ ഈ വില്ല് കാണണം. പരമാത്മാവായ ശ്രീരാമൻ ഇത് കാണണം. ആരുടെ വില്ല? പരമേശ്വരൻ്റെ വില്ല്, ഭഗവാൻ പരമേശ്വരൻ്റെ വില്ലാണ്. കാണുന്നത് ആരാ? ഭഗവാൻ നാരായണൻ. ആരാ? ശ്രീരാമൻ. അതുകൊണ്ട് ഇത് കാണണം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം. അങ്ങനെ വിശ്വാമിത്രനും ഈ കുട്ടികളുമായി പോയ വഴിക്ക് എവിടെ കയറി? താപസന്മാരോട് ഈ വണ്ണം അരുൾ ചെയ്തിട്ട് ഭൂപതി ബാലന്മാരും അവിടെ ഉള്ള മുനിമാരോട് പറഞ്ഞു ഇങ്ങനെ പോകുന്ന കാര്യം. എന്നിട്ട് വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും കൂടെ കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു എവിടെ? ഗംഗാതീരത്ത് ചെന്ന്. ഗംഗാ നദീതീരത്ത് ചെന്നപ്പോൾ ഗൗതമാശ്രമം കണ്ടു. ഗൗതമമുനിയുടെ ആശ്രമം. ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ട ഒരു പുണ്യദേശം ആനന്ദപ്രദം. അദ്ദേഹത്തിൻ്റെ ആശ്രമം അതിഭയങ്കരമായ ശോഭയോടുകൂടിയ പുണ്യമായിരിക്കുന്ന ദേശം, ആനന്ദപ്രദമാകുന്ന അത്രമാത്രം ശോഭയേറിയ ഒരു ആശ്രമം കണ്ടു. അപ്പോൾ അത് കണ്ട് ദിവ്യപാദപലത കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയഹീനം. ഇത്രമാത്രം ശോഭയേറെ ഈ പുണ്യാശ്രമത്തിൽ എന്തൊക്കെയാ ഉള്ളേ? ദിവ്യമാകുന്ന വൃക്ഷങ്ങൾ, പിന്നെയോ വള്ളികൾ, പൂക്കൾ, ഫലങ്ങൾ, പല പഴവർഗ്ഗങ്ങളുള്ള ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ, ഇതെല്ലാം പുണ്യമായ അത് കണ്ട അതിഭയങ്കര ശോഭയേറിയ ആ ആശ്രമത്തിൽ ചെന്നപ്പോൾ ഇത്രയെല്ലാം ദിവ്യമാകുന്ന ആ ശോഭ കണ്ട് ആനന്ദം കൊണ്ട് അത് സർവമോഹനകരം. അതും മാത്രമല്ല, ഈ മോഹനകരം മാത്രമാണ് ജന്തു സഞ്ചയഹീനം. സഞ്ചയം കൂട്ടം, ജന്തുക്കളുടെ കൂട്ടം അവിടെ ഇല്ല, ജന്തുക്കളേ അവിടെ ഇല്ല, ഹീനം ഇല്ല. കണ്ട് കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേഷ്ണനും ഈ വണ്ണമരുൾ ചെയ്തു. ശ്രീരാമ ഭഗവാൻ അത് താമരക്കണ്ണൻ. ഭഗവാൻ കൃഷ്ണനെ നമ്മൾ താമരക്കണ്ണ വിളിക്കുക. എന്താ? താമര പോലിരിക്കുന്ന കണ്ണുകളാണ്. അതുകൊണ്ട് താമരക്കണ്ണ. ഇവിടെ ശ്രീരാമനെയും താമരക്കണ്ണ എന്ന് വിളിച്ചത് കണ്ണിന് അത്ര അഴകും ശോഭയും ഇത് താമര പോലത്തെ അതാണ്, ആ ഇതള് പോലിരിക്കുന്ന കണ്ണാണ്. അതുകൊണ്ട് അത്രമാത്രം ശോഭയേറെ. അതുകൊണ്ട് താമരക്കണ്ണനും ഈ വണ്ണം പറഞ്ഞ് വിശ്വാമിത്ര മഹർഷിയെ നോക്കിക്കൊണ്ട് പറയുന്നു, ആശ്രമപദം ഇത് ആർക്കുള്ളൂ? മനോഹരം ആശ്രമ യോഗ്യം നാനാജന്തു സംവീതം ദാനം. ഇവിടെ നാനാ മൃഗങ്ങളൊന്നും ഒരു മൃഗങ്ങളും ഇല്ല. നാനാ മൃഗങ്ങൾ മറ്റിവിടെ പോയാലും കാണും. ഇവിടെ മൃഗങ്ങളില്ല, അതാ ജന്തുക്കളില്ലാത്തത്. ആശ്രമ യോഗ്യം. എത്രമാത്രം ഈ ആശ്രമ യോഗ്യമാകുന്നു! എന്ത് മനോഹരമാണ് ഇവിടെ. നല്ല ദിവ്യമായ വൃക്ഷങ്ങൾ, ഫലങ്ങളടങ്ങിയ വൃക്ഷങ്ങൾ, അതായത് എന്തും അവിടെ കഴിക്കാനുള്ള ഫലങ്ങളുണ്ട്. പുഷ്പങ്ങളും വള്ളികളും ചെടികളും എല്ലാം കൊണ്ട് അതിഭയങ്കര
ഭയങ്കരമായ ശോഭ മനോഹരമേറിയ ഒരു ആശ്രമം. അത് കണ്ടപ്പോൾ ഈ വിശ്വാമിത്ര മഹർഷിയെ നോക്കി ഇത്രയും പറയാം, എന്ത് ഇതാ ഈ ആശ്രമം, ഇതാ ആർക്കുള്ളൂ ഇത് ഇത്രയും നല്ല ശോഭയേറിയ ആശ്രമം? അങ്ങനെ ശ്രീരാമൻ ഭഗവാൻ ചോദിച്ചു. എത്രയും ആഹ്ലാദമുണ്ടായത് മനസ്സിമേ, ഇത്രമാത്രം ആഹ്ലാദം കണ്ട് അത്ര മനസ്സിൽ എന്ത് ആഹ്ലാദം ഉണ്ടായി പരമാത്മാവായ ശ്രീരാമന്, അത്രമാത്രം സന്തോഷമായി അവിടെ നദീതീരത്ത് ചെന്നപ്പോൾ, ഈ ആശ്രമത്തിൽ ചെന്നപ്പോൾ. തത്വം എന്തെന്നത് അരുൾ ചെയ്യണം തപോനിധേ മഹർഷി, ഇതിൻ്റെ തത്വം, ഇതെന്താ രഹസ്യം, എന്താ ഇത്രമാത്രം ശോഭയുള്ള കാരണം എന്താന്ന്, അതിൻ്റെ രഹസ്യം തത്വം അരുൾ ചെയ്താലും എന്ന് വിശ്വാമിത്രനോട് ചോദിച്ചു. അപ്പോൾ അഹല്യ മോക്ഷമാണ്. അപ്പോൾ ഇനി അതിൻ്റെയാണ് ഇനി പറയുന്നത്. എന്താ അത്ര അവിടുത്തെ സൗന്ദര്യം, ഈ മനോമോഹനമായിരിക്കുന്ന ഇത്ര ശോഭ എന്താണെന്ന്. എന്നതു കേട്ടു വിശ്വാമിത്രൻ ഉര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി. വാട്ടമില്ലാത്തതാണ് ഗൗതമുനിക്ക്, ഒരു വാട്ടമില്ല. എപ്പോഴും ആനന്ദപ്രദമായിട്ടിരിക്കുന്ന ഒരു താപസൻ. ഗൗതമുനിക്ക് അത്രമാത്രം ആനന്ദമായിട്ടിരിക്കുന്ന, എപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗൗതമുനിയാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആനന്ദം വന്നൂടെ? ഈശ്വരനായിട്ട് ലയിക്കുന്നവർക്ക് ആനന്ദമേ ഉള്ളൂ, ദുഃഖമില്ല. ദുഃഖത്തിലും ആനന്ദം, സുഖത്തിലും ആനന്ദം, സമദൃഷ്ടി, സമചിത്തത. അപ്പോൾ അവിടെ അതുകൊണ്ട് വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനിയാണ്. അതുകൊണ്ട് കേൾക്കൂ കുമാര ശ്രീരാമ. ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. അങ്ങനെ ഈ ഗംഗാതീരത്ത് നല്ലൊരാശ്രമത്തിൽ അത്ര മംഗളപ്രദമായ അത് മംഗളകരമായി വർദ്ധിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് തപസാ വാഴുന്ന കാലത്ത് ഈ ഗൗതമുനി നല്ല ഒരു സമയമാണ്, എല്ലാം കൊണ്ടും അതിശോഭനകരമായ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ലോകേശൻ നിജസുതയായുള്ള ഒരു അഹല്യയാം, ബ്രഹ്മാവാണ് ലോകേശൻ. ഇവിടെ ലോകത്തെ മൊത്തം നമ്മുടെ എല്ലാം ഈശനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലോകേശൻ നിജസുതയായുള്ള അദ്ദേഹത്തിൻ്റെ മകളായ അഹല്യ ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം. അപ്പോൾ ലോകത്തിൽ വെച്ച് സുന്ദരിയാണ് ഈ അഹല്യ. ആരുടെ മകളാ? ബ്രഹ്മാവിൻ്റെ. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ പുത്രിയായ ഈ അഹല്യ ലോകസുന്ദരിയാണ്, ദിവ്യകന്യകാരത്നം. ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവ്, ബ്രഹ്മാവ് വിധാതാവ്. അപ്പോൾ ബ്രഹ്മാവ് കൊടുത്തു ഗൗതമുനി. അത്ര മംഗളകരമായി നല്ല വർദ്ധിച്ച തപസ്സോടിരിക്കുന്ന സമയം, അത്ര ശോഭനകരമായിരിക്കുന്ന സമയമാണ്, എപ്പോഴും ആനന്ദപ്രദമായിരിക്കുന്ന സമയമാണ്. തപസ്സിൻ്റെ എല്ലാം തികഞ്ഞ് അത്ര ആനന്ദപ്രദമായിരിക്കുന്ന ആ ഒരു സമയമുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. ഒരു 10-40 വയസ്സുള്ള എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. എന്തും പറയുന്നതെല്ലാം അതുപോലെ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നതെല്ലാം അച്ചടിയാണ്. അങ്ങനെ ഒരു സമയം നമുക്കുണ്ടായിരുന്നു. ആ സമയം പോലെ ഇവിടെ ഗൗതമ മഹാമുനി അങ്ങനെ ഒരു കാലം. അപ്പോഴവിടെ ലോകേശനായ ബ്രഹ്മാവിൻ്റെ പുത്രിയെ വിധാതാവിന് കൊടുക്കുന്നു. ഗൗതമ മുനീന്ദ്രനെ കൊടുത്തു വിധാതാവ്, ബ്രഹ്മാവ് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? കൗതുകം പൂണ്ട് ഭാര്യ ഭർത്താക്കന്മാരാം അവർ. നല്ല കൗതുകത്തോട് തന്നെ അവർ ഭാര്യ ഭർത്താക്കന്മാർ. എന്ത് കൗതുകമാ! ഈ ലോക ജീവിതത്തിലെ കൗതുകമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. അതൊന്നുമല്ല. അവർ യഥാർത്ഥത്തിൽ അവർ സന്യാസിമാരാണല്ലോ. ബ്രഹ്മാവിൻ്റെ പുത്രി കൂടാകുമ്പോൾ അവർ അത്രമാത്രം ആ മുനിക്ക് ചേരുന്ന ഒരു കുട്ടിയായിരിക്കും. അതായത് അവർക്ക് ആനന്ദപ്രദമാണ്. ഭാര്യക്കുള്ള തൊഴിലെന്താണ്? എപ്പോഴും വീട്ടിൽ ആഹാരം വെച്ച് വിളമ്പി ഭർത്താവിനോട് കിടന്ന് ഉറക്കമല്ല. അദ്ദേഹത്തിന് യാഗവും ഹോമങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ കുളിച്ച് ജപിച്ച് വെള്ളം കൊടുത്ത് വിറക് കൊടുത്ത് യാഗത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തതൊക്കെ എൻ്റെ അമ്മ ചെയ്ത് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ചന്ദനമൊക്കെ അന്ന് അരയ്ക്കണം. അതായത് ഇവിടെയൊക്കെ ഇപ്പോഴാണെങ്കിലോ ഇപ്പം കുറച്ച് വർഷം കൊണ്ടേ ചന്ദനക്കട്ട എന്തോ അരച്ച് കലക്കി ഉണക്കി വെച്ചത് അങ്ങ് കുതുക്കുന്നു. മറ്റത് അങ്ങനെയല്ല. അന്നന്ന് ചന്ദന ചാണ പോലെ ഇതുണ്ട്, ഒരു കല്ല്, അതിലിട്ട് അരയ്ക്കണം. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ പോകുമ്പോഴും ചന്ദനം പൊട്ടുവാണെങ്കിൽ ഇട്ടുവേണം, അല്ലാതെ പൊട്ടൊന്നും ഇടുന്ന സമ്മതിക്കില്ല, കണ്ണാടി നോക്കാനും സമ്മതിക്കില്ല. അങ്ങനെ കൗതുകം പൂണ്ട് ഭാര്യ ഭർത്താക്കന്മാരാം അവർ. ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചാര്യാദി ഗുണങ്ങളാണ്. എന്താ അവിടെ ആനന്ദമുള്ളത്? കൗതുകം. ഭർത്തൃ ശുശ്രൂഷ, ഭർത്താവിൻ്റെ ശുശ്രൂഷ എന്താ? അദ്ദേഹത്തിന് വേണ്ടത് ഒരുക്കി കൊടുക്കുക. അദ്ദേഹത്തെ കുളിക്കാൻ വെള്ളം കൊണ്ട് അനത്തുണ്ടെങ്കിൽ അനത്തി കൊടുക്കുക. അച്ഛൻ അനത്തി കൊടുക്കണമായിരുന്നു. അനത്തി കൊടുക്കുക. അച്ഛന് വേണ്ടുന്ന എന്താ വെച്ചാൽ മുണ്ട് തുണിയൊക്കെ കഴുകി കൊടുക്കുക. ഈ പൂജയ്ക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കങ്ങൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭർത്തൃ ശുശ്രൂഷ, ബ്രഹ്മചര്യാദി ഗുണങ്ങൾ. അത് ബ്രഹ്മചര്യമാണതെല്ലാം, അല്ലാതെ ഇന്നുള്ള ഈ കോപ്രായങ്ങളല്ല. അന്ന് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ള ഇങ്ങനെയുള്ള താപസന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. സാധാരണക്കാർക്ക് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അന്നും.
അതുകൊണ്ട് അങ്ങനെ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ച് ഗൗതമ മുനീന്ദ്രനും നന്നായി നല്ല പാഠം പഠിപ്പിച്ച ബ്രഹ്മാവ് പുത്രിയെയും കൊണ്ട് വിട്ടത്. ഈ രംഗങ്ങളെല്ലാം ഇത്രയെല്ലാം ഗുണഗണങ്ങളുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ ഗൗതമ മഹാമുനിക്ക് എന്തുവന്ന് പ്രസാദിച്ച് നല്ല പ്രസാദം ഉണ്ടായി. ഈ സ്ത്രീ നല്ലൊരു കുട്ടിയാണല്ലോ എന്ന് തന്നെ പത്നിയായ ഒരു അഹല്യയോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. അത്രമാത്രം സന്തോഷത്തോടെ ഈ ചിരകാലം അനേക കാലം ഒന്നിച്ചിങ്ങനെ അവിടെ ഭാര്യ ഭർത്താവായിട്ട് അവിടെ കഴിഞ്ഞു എന്ന് കരുതി അവർക്ക് മക്കളുണ്ടാകാം, എല്ലാം വേണം. അതുകൊണ്ട് അതേ ശരണം കൊണ്ടിരിക്കുമല്ല, അതിനൊക്കെ സമയവും കാലമൊക്കെ ധ്യാനവും പൂജയൊക്കെ ഉണ്ട്. അതിനും പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സമയമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് അവരെ പോലുള്ള കുട്ടികളായി വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അനുഭവം കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്നാ ചോദിക്കും, അങ്ങനെന്നുള്ള അറിവൊന്നും എനിക്കില്ലാതെ പോയി, എനിക്കറിയില്ല. അതുകൊണ്ട് അവരൊക്കെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. എന്നെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്കറിയത്തില്ല. സമയം നോക്കാനോ ഒന്നും അറിയാം. വന്നണക്ക് ദൈവത്തിനുണ്ടല്ലോ ഓരോ വഴികൾ, നമ്മളെങ്ങനെ പോകണം ഈശ്വരൻ കണ്ട് നമുക്കെല്ലാം ഏകമായ ദൈവത്തിന് അനുസരണ പോലെ അങ്ങ് ജീവിക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഈ പറഞ്ഞക്കുള്ള രീതി തന്നെ എൻ്റെ സ്വഭാവങ്ങളൊക്കെ. അതുകൊണ്ട് നല്ല സന്തോഷത്തോടെ അവർ ചിരകാലം അങ്ങനെ വസിച്ചു. വിശ്വമോഹിനിയായ ഒരു അഹല്യ രൂപം കണ്ട് ദുച്ഛവനനും കുസുമായുധ വശനായാൻ. കാരണം ഇത്ര സുന്ദരിയായ പുറം സുന്ദരവും അകസുന്ദരവും ഉണ്ട്. ഈ എന്താ പറയുക, ഗൗതമ മഹാമുനിക്ക് പുറം സൗന്ദര്യമല്ല നോക്കുന്നത്, അകസൗന്ദര്യം നോക്കുന്നത്. കാരണം അദ്ദേഹം താപസനാണ്. അതിലാണ് അവരൊക്കെ അംഗീകാരം കൊടുക്കുന്നത്. നല്ല ഗുണഗണങ്ങളുള്ള മഹാത്മാക്കൾ അംഗീകരിക്കുന്നത് എന്ത് ഗുണമാ? അകത്ത ഗുണം, സൗന്ദര്യം, അതാണ്. പക്ഷേ ഇവിടെയുള്ള ഇന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഈ ഇന്ദ്രൻ എന്തോ ഇത് പുറഗുണം. കാരണം ഈ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ അവനങ്ങ് മോഹമായി ഇന്ദ്രന്. വിശ്വമോഹിനിയായ ഈ അഹല്യ രൂപം കണ്ട് ദുച്ഛവനനും ദേവേന്ദ്രന് കുസുമായുധ വശനായാൽ അവരോട് ആഗ്രഹം തോന്നി. ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിടം തുടക്കാമ്പു ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ. ഈ കുട്ടിയുടെ അടുക്ക ചെല്ലാൻ എന്താ ഒരു മാർഗം എന്നിങ്ങനെ ചിന്തിക്കുക. ഈ കുട്ടി ഗൗതമഹാമുനിയുടെ ഭാര്യ. ഈ ഇന്ദ്രൻ്റെ അതിനെന്താ പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല. അവിടെ ചന്തമേറിടം ഈ കുട്ടിയെ കണ്ട് ചെന്തൊണ്ടി വായ്മലരും കുട്ടികൾക്ക് പറഞ്ഞിട്ട് കളയാൻ പറ്റുമോ? അവരുടെ സൗന്ദര്യം, പുറമേയുള്ള സൗന്ദര്യം ഇത് കണ്ടുകൊണ്ട് നടക്കുന്നവന്മാർ വേണ്ടി അടിക്കാൻ. അപ്പോൾ കുട്ടിയുടെ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിടം തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ദുഷ്ടനായ ഈ ഇന്ദ്രൻ ദേവേന്ദ്രൻ ശതമകൻ. ഞാനത് കൂട്ടിച്ചേർത്ത് ദുഷ്ടനെന്ന്. കാരണം ഇങ്ങനെയുള്ളവരെ ദുഷ്ടനെന്നല്ലേ വിളിക്കാൻ പറ്റുമോ? അത് ഇന്ദ്രൻ എന്നങ്ങനെ പറയും. അങ്ങനെ ശതമകൻ ഇന്ദ്രൻ അങ്ങനെ ചിന്തിച്ചു. ചെന്താർ ബാണാർത്തി കൊണ്ട് സന്താപമൊഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ച് അന്ധനായി വന്നാനല്ലോ. ഈ ദേവേന്ദ്രൻ അവസാനം ഈ കുട്ടിയെ ചിന്തിച്ച് ഇതിനെ എങ്ങനെ ഒന്ന് തരപ്പെടുത്താൻ പറ്റുമെന്ന് ചിന്തിച്ച് ഇവനങ്ങ് അന്ധത കയറി. അവൻ്റെ ഉള്ളമൊത്തവും അങ്ങ് കാമാന്ധനായി, കണ്ണു കാണാമേത്ത രീതി ആയിപ്പോയി. മനക്കാമ്പിൽ സുന്ദരഗാത്രയുടെ ഈ കുട്ടിയുടെ രൂപം മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ. ദേവന്മാരോടൊന്നുള്ള സഹകരണമൊന്നും അവനില്ല. അവന് നല്ലൊരു ഭാര്യയുണ്ട്. എന്നിട്ടും ഇത്രമാത്രം ഇത് ഉള്ള സത്യമാണെന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സത്യമില്ലേ, എനിക്കിങ്ങനെ പറയാനേ പറ്റൂ. എനിക്കിത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നും. ദുഷ്ടനെന്നേ വിളിക്കാൻ പറ്റൂ. ഇതിനകത്ത് അങ്ങനെയൊന്നും കിടപ്പൂല കേട്ടോ. അതിൻ്റെ ശിക്ഷ ഞാൻ ദൈവത്തിന് അനുഭവിച്ചോളാം. ഇതിനകത്തില്ലാത്ത ഞാൻ പറഞ്ഞെങ്കിൽ അതിന് പാപമുണ്ടെങ്കിൽ അത് എനിക്ക് സന്തോഷം. പക്ഷെ എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദേവേന്ദ്രനെ എങ്ങനെ ദേവേന്ദ്രൻ എന്ന് വിളിക്കാൻ പറ്റും? ഇത് ഒരു മഹർഷിയുടെ ഭാര്യ, സുന്ദരമായ, അതും ബ്രഹ്മാവിൻ്റെ പുത്രി. ആരുടെ പുത്രി? ഏതൊരു നീച സ്ത്രീയോ ആയിക്കോട്ടെ. ദുഷ്ടതരം കാണിച്ചാൽ ദുഷ്ടതരം എന്നല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ചിന്തിച്ച് അവൻ അന്ധനായി വന്നാനല്ലോ. അന്തരാത്മന് വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെ അന്തരം എന്തെന്ന് ഓർത്ത് ഇവനിങ്ങനെ കഴിഞ്ഞുകൂടാ. ഇതിനെന്താ ഒരു മാർഗം? ഇതിന് അന്ത്യം വരുത്താൻ, എനിക്കിത് അവസാനിപ്പിക്കാൻ, ഇതിനെ എന്ത് ചെയ്താൽ ഇതിനെ കിട്ടും എന്നിങ്ങനെ അവനിങ്ങനെ ഓർത്തോർത്ത് ഇരുന്നപ്പോൾ ലോകേശാത്മജ സുധ നന്ദനുടെ രൂപം, ഈ മഹർഷിയുടെ രൂപം, ഈ ഗൗതമ മുനിയുടെ രൂപം അങ്ങ് കൈക്കൊണ്ട് ആരാ? ഈ ദേവേന്ദ്രൻ. ഒരു താപസൻ്റെ വേഷം, ദൈവത്തിൻ്റെ വേഷമൊക്കെ കളഞ്ഞിട്ട് ഈ മുനിയുടെ വേഷം, അതായത് മുനി ആരാ? ലോകേശനായ ബ്രഹ്മാവിൻ്റെ ആത്മജനായ ഉജത്യൻ്റെ സുതനായ ദീർഘതമസൻ്റെ നന്ദനാണ് ഈ ഗൗതമ മുനി. ഈ ഗൗതമ മുനിയുടെ രൂപം കൈക്കൊണ്ട് കാരണം കുട്ടിയുടെ അടുക്ക ഇവൻ ചെല്ലുമ്പം സ്വന്തം ഭർത്താവാണെന്ന് അറിയണം. അത്രമാത്രം, അതുകൊണ്ടാണ് ദുഷ്ടാന്ന് വിളിക്കുന്നത്. അത് ചതിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി അറിയുന്നില്ലല്ലോ
സ്വന്തം ഭർത്താവാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ അന്തരാത്മന് വിബുധേന്ദ്രനും അതിന് ഇപ്പോൾ അന്തരം കൂടാതെ എന്തൊരന്തരമെന്തെന്നോർത്ത് ലോകേശാത്മജ സുത നന്ദനനുടെ രൂപം നാഗനായകൻ, അത് ദേവേന്ദ്രൻ, നാഗം സ്വർഗം, അവിടുത്തെ ഇന്ദ്രൻ, അപ്പം നാഗനായകൻ ദേവേന്ദ്രൻ കൈക്കൊണ്ട അന്ത്യയാമാദിയെങ്കിൽ ഒരു രാത്രിയുടെ അവസാനത്തെ അന്ത്യയാമമുണ്ട്, നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പം ആ സമയത്ത് നോക്കിക്കൊണ്ട്, കാരണം ഇദ്ദേഹം ഗൗതമുനി പിന്നെ സന്ധ്യാവന്ദനത്തിന് പോകും. രാവിലെ കുളിച്ച് വേണ്ടുന്ന വന്ദനമുണ്ട്, സന്ധ്യാവന്ദനം, അത് പോകുന്നവനറിയാം. ആ സമയം നോക്കി അവൻ ഈ രൂപം അങ്ങ് കൈക്കൊണ്ട്, ഈ രൂപം കൈക്കൊണ്ടിട്ട് സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം, ഈ മഹാമുനി പോയ സമയം നോക്കി അന്തരാ പുക്കാൻ ഉടജാന്തരേ പരവശാൽ ഈ ആശ്രമത്തിനകത്തങ്ങ് കയറി. ഇദ്ദേഹം സന്ധ്യാവന്ദനത്തിൽ പോകുന്ന സമയം നോക്കി അവനകത്ത് കയറി, പരവശാൽ കയറി. സുത്രാമ അഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സംഭ്രമമുണ്ട്, കാരണം ഭയവുമുണ്ട്, വെപ്രാളമുണ്ട്, മുനി ആരും കാണത്തില്ലയോ, ആ ഒരു സംഭ്രമത്തിൽ അവൻ സുത്രാമ അഹല്യയെ, അതായത് ഈ ദേവേന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തന്നെ ഉദയം ഒട്ട് അടുത്തിയിലെന്ന് കണ്ട്. ഈ ഗൗതമ മഹാമുനി പോയി, വന്ദനത്തിന് പോയി. പക്ഷേ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ എന്ത് പറ്റി? മിത്രൻ, സൂര്യൻ ഉദിക്കാൻ അല്പം കൂടെ സമയമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നേരം വെളുത്തിട്ടില്ല, അദ്ദേഹത്തിന് സമയം ആയില്ല. അപ്പോൾ നോക്കുമ്പോൾ അന്തരീക്ഷം നോക്കിയാൽ ശരിയാ, സമയം ആയിട്ടില്ല, ഉദിക്കാൻ ഇനി കുറേ സമയമുണ്ട്, അന്ത്യയാമ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്തോ തിരിച്ചു വന്നു. മിത്രൻ തന്നുദയം, സൂര്യൻ്റെ ഉദയം ഒട്ടടുത്തിയില്ല, സമയം ആയില്ല എന്ന് കണ്ട് സന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു വൃത്രാരാധിക്ക് മുനിശ്രേഷ്ഠനെ ബലാൽ. അപ്പോൾ വൃത്രസ്ഥനായി എത്രയും വേപത് കൂടുതൽ ഇദ്ദേഹം കയറി വന്നപ്പോൾ ഇവൻ ഇങ്ങനെ നിൽക്കുന്ന ആ രൂപത്തിൽ, മുനിയുടെ രൂപത്തിൽ നിൽക്കുന്ന അവൻ വൃത്രാരാധിക്ക് മുനിശ്രേഷ്ഠനെ കണ്ടു ബലാൽ. അപ്പോൾ കാണായി വന്നു ഇദ്ദേഹത്തിന്. അപ്പോഴവനവിടെ വ്യത്രസ്തനായി എത്രയും വേപത് കൂടുതൽ അവൻ ഭയം കൊണ്ട് വിറച്ചു. വല്ല കാര്യമുണ്ടോ? ഈശ്വരന് അറിഞ്ഞൂടെ നിരപരാധികളായ ചതി. അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും മോഹം ഉണ്ടായിരുന്നെങ്കിൽ പറയുന്നത് അവരുടെ വല്ല കുഴപ്പമുണ്ടാകുന്നു. ഇത് ചതിയല്ലേ കാണിക്കുന്നത്, ഇത് ചെയ്യാൻ കൊള്ളാമോ? പക്ഷെ ആ സ്ത്രീയും അനുഭവിക്കുന്നു, അതില്ലേ കഷ്ടം. വിത്രസ്തനായി എത്രയും വേപതുകൊണ്ട് നിന്നാൻ. അങ്ങനെ അവൻ വിറയിലോട് ഭയന്നു നിന്നു. തന്നെ രൂപം പരിഗ്രഹിച്ച് വരുന്നവൻ തന്നെ കണ്ട് അത് കോപം കൈക്കൊണ്ട് മുനീന്ദ്രൻ, എൻ്റെ രൂപം ധരിച്ചു വന്ന ഇവൻ ആരാണെന്ന് അത്രമാത്രം ദേഷ്യം വന്ന് ഭസ്മമാക്കുന്ന രീതിയിലുള്ള സ്വഭാവം ഗൗതമുനിക്ക് വന്നു. നില്ല ആരാകുന്നത് എന്ത് ദുഷ്ടാത്മാവേ, നീ ആരാ ഈ ദുഷ്ടാത്മാവേ എന്നും പറഞ്ഞ് അവനെ നേരെ കോപിച്ച് നിൽക്കുവാണ് ഈ മഹാമുനി ഗൗതമമുനി. ചൊല്ല് എന്നോട് നീ എല്ലാമേ പരമാർത്ഥം എന്നോട് പറയൂ, നീ പരമാർത്ഥം പറയൂ. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്ത് മൂലം, എൻ്റെ ഈ രൂപം നീ കൈക്കൊള്ളാൻ എന്താ കാരണം, നീ പറയൂ, നില്ലു എന്ന് പറഞ്ഞ് അവന് പോകാൻ സമ്മതിക്കാണ്ട് അവനെ പിടിച്ച് നിർത്തിയിട്ട് ചൊല്ല് എന്നോട് നീ എല്ലാമേ പരമാർത്ഥം, നീ പരമാർത്ഥം പറയൂ. വല്ലാതെ ഈ മമ രൂപം കൈക്കൊള്ളുവാൻ എന്ത് മൂലം, എൻ്റെ ഈ രൂപം ഈ മുനിവേഷം നീ കൈക്കൊള്ളാൻ എന്താ കാരണം? നിർലജനായ ഭവാൻ ഏതൊരു ഇത്ര നാണം കെട്ടവൻ, നീ ഏതൊരു മഹാപാപി എന്നൊക്കെ ഇത് പറയുന്നത് ചോദിച്ചതിനൊക്കെ ഇട്ടാണ്, നല്ലതുപോലെ ചോദിച്ചേക്കുന്നത്. നിർലജനായ നാണം കെട്ട നീ ഭവാൻ ഏതൊരു മഹാപാപി, സത്യം എന്നോട് ചൊല്ലിയിട് അറിഞ്ഞേനല്ല അല്ലോ തവ, സത്യം എന്നോട് ചൊല്ലിയിട് അറിഞ്ഞേനല്ലോ തവ, വൃത്താന്തം പറയാകിൽ ഭസ്മാക്കുമൻ. ഇപ്പോൾ നീ എന്നോട് തവ നിന്റെ കാര്യങ്ങൾ സത്യമായിട്ട് എന്നോട് പറഞ്ഞോണം, നീ അത് എന്നോട് പറയണം. പറയായെങ്കിൽ നിന്റെ വൃത്താന്തം നീ പറഞ്ഞില്ലെങ്കിൽ എന്ത് വരും, നിന്നെ ഇപ്പം ഞാൻ ഭസ്മമാക്കും എന്നോടെ തീർത്തങ്ങ് പറഞ്ഞ് ഗൗതമുനി. സത്യം എന്നോട് ചൊല്ലിയിട്ട് അറിഞ്ഞേനല്ലോ തവ, വൃത്താന്തം പറയാകിൽ ഭസ്മമാക്കും അവനിപ്പോൾ. ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി അവൻ. അങ്ങനെ പറയുന്നു മഹർഷിയിലെ ഗൗതമനെ ഇവൻ നോക്കിയിട്ട് പറയുന്നു, സ്വർലോകാധിപനായ കാമകിങ്കരനകം, സ്വർലോകാധിപനായ ദേവേന്ദ്രനായ കാമകിങ്കരനകം. അവൻ കിങ്കരന്മാരിൽ വെച്ചും കാമൻ, അതിനൊക്കെ ഡബിൾ കാമകിങ്കരൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. ദേവേന്ദ്രന്മാർക്ക് ഇങ്ങനെയൊക്കെയുള്ള അഹങ്കാരം ഉണ്ടോയെന്ന് അതൊക്കെ സത്യമാണെങ്കിൽ വല്ലാത്ത കഷ്ടമാണ്.
അങ്ങനെ സ്വർലോകാധിപനായ കാമഗംഗരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടത് മൂഢത്വം കൊണ്ട് എല്ലാം നെന്തിരുവടി പുറത്തു കൊള്ളണമേ എന്ന് കിടന്ന് വിറച്ച് ഇങ്ങനെയൊന്നും അല്ലത് പറയാം. നമ്മൾ വിറയിലോട് പറയും ഭയത്തിൽ പറയും ഇങ്ങനെയൊന്നും അല്ല, ഒരു വല്ലാത്ത പറച്ചില്ല, എനിക്കത് അറിയത്തില്ല എങ്ങനെ പറയുന്നത്. വല്ലായ്മ എല്ലാം അകപ്പെട്ടത് കൊണ്ട് മൂഢത്വം കൊണ്ട് എല്ലാം നെന്തിരുവടി പുറത്തു കൊള്ളണമേ, ഇങ്ങനെയൊന്നും അല്ലത് എങ്ങനെയാ പറയുന്നത് എനിക്കും അറിയാൻ വയ്യ. ആ രംഗം എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ അവിടെ കിടന്ന് നന്നായി അവൻ തൊഴുത് മഹാമുനിയെ ദേവേന്ദ്രൻ. എന്നിട്ട് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, നല്ലൊരു മരുന്നാണ് കൊടുത്തത്. വല്ലായ്മ എല്ലാം അകപ്പെട്ടത് എനിക്ക് വല്ലായ്മ വന്ന് ഞാൻ മൂഢനായിപ്പോയി, കുറച്ച് സമയം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടെല്ലാം നെന്തിരുവടി അങ്ങ് പുറത്തു കൊള്ളണമേ. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മഹാമുനി എന്ത് സഹസ്രഭകനായി ഭവിക്കുക ഭവാനിനി, സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമല്ല, നീ പോയി സഹിച്ചു. എന്താ 1000 സഹസ്രഭകനായി ഭവിക്ക ഭവാൻ. ദേവേന്ദ്ര, നീ ഒരു 1000 ജനനേന്ദ്രിയം എടുത്ത് ജീവിക്കുക, അതാണ് കൊടുത്ത നല്ലൊരു വരമാണ്. അതുകൊണ്ട് നീ അത് പോയി സഹിച്ചു കൊള്ളുക, നിന്റെ ദുഷ്കൃഫലമെല്ലാം അങ്ങനെ കൊടുത്തു നമുക്ക്. അങ്ങനെ താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപത കൊണ്ട് നിൽക്കുന്നത് കണ്ട് അരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തൻ ദുരാചാരി, അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം, സ്വന്തം രൂപം കൊണ്ട് വന്നു എങ്കിലും അദ്ദേഹത്തിന് ആ കോപം അടങ്ങുന്നില്ല. അതുകൊണ്ട് അവരെയും പറഞ്ഞു ശപിച്ചാകുമ്പോൾ നാളെ വായിക്കാം. ദുഷ്ടമാനസേ അഥവാ സാമർഥ്യം നന്നു പറഞ്ഞു, നിൻ്റെ സാമർഥ്യം വളരെ അത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. അറിയാതെ നിരപരാധിക്ക് കൂടെ അത് കേൾക്കുന്നത് അതേ ഉള്ളൂ എനിക്ക്, അല്ലാതെ ഒന്നും വിഷമമില്ല. അപ്പോൾ നമുക്കത് നാളെ ഇത് ചേർത്ത് വായിക്കാം. ഇന്ദ്രൻ്റെ ആ ദുഷ്കർമ്മ ഫലമല്ല. എല്ലാവർക്കും നമസ്കാരം, സമയം പോയതുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര വായിക്കാമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് വല്ലാത്ത നമുക്ക് അതാ പറയുന്നത്, ഓടിച്ച് വായിച്ചിട്ടൊരു കാര്യമില്ല, നമ്മൾ അറിഞ്ഞ് വായിക്കുമ്പോഴേ ഇതിനൊരു ത്രില്ലുള്ളു. ഇതൊക്കെ എല്ലാവരും അറിയണം. അല്ലെങ്കിൽ എല്ലാവരും രാമായണം വായിക്കുന്നു 31 ദിവസം കൊണ്ട് ഞാനും തീർത്ത് എന്താ അങ്ങനെ നോക്കാമെന്ന് ഞാനും കരുതി. ചിലർ വിചാരിക്കും വെക്കം വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തതെന്ന്. അതുകൊണ്ട് ഞാനങ്ങ് വായിച്ചങ്ങ് പോയി. എനിക്കും മനസ്സിലായില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവത്തില്ല. ചിന്തിക്കണമെങ്കിൽ പുതിയതായിട്ട് വായിക്കുന്നതിൻ്റെ കാര്യം ഞാനത് ചിന്തിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അതേസമയം ഓടിച്ച് വായിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കാൻ മനസ്സിന് സമയം കിട്ടത്തില്ല. മനസ്സുകൊണ്ട് വരികൾ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പഠിച്ചു വെച്ചേക്കണം. എവിടെന്നെങ്കിലും പോയി പഠിച്ചൊക്കെ ശരിയാ, അത് ഓടിച്ചേക്കാം. ഇനി നമ്മളങ്ങനെ ഇനി പോകെ നമുക്കറിയാം. ആദ്യമായിട്ട് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എല്ലാവരും 32 ദിവസം കൊണ്ട് വായിച്ചു തീർന്നു, ഞാനൊന്ന് വായിക്കുന്നു, അതൊരു കൊതിയല്ലേ, അങ്ങനെ അങ്ങ് വായിച്ചു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു മക്കളെ ഞാനത് പതുക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം, കുറച്ചെങ്കിലും അറിയാവുന്ന അർത്ഥങ്ങൾ നോക്കി പറയാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.